Hello friends, Industries and Commerce Department Industries Extension Officer official notification PSC Gazette publish ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ PSC പ്രൊഫൈലിൽ ലഭ്യമാവുന്നതാണ്. മെയ് 2-ാം തീയതി വരെയാണ് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. നമുക്ക് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. കാറ്റഗറി നമ്പർ 30/2024 പ്രകാരമാണ് ഈ നോട്ടിഫിക്കേഷൻ PSC ക്ഷണിച്ചിരിക്കുന്നത്. സ്കെയിൽ ഓഫ് പേ നോക്കുകയാണെങ്കിൽ 50,200 മുതൽ 1,05,300 വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത്. ആന്റിസിപ്പേറ്റഡ് വേക്കൻസിയിലോട്ടാണ് PSC ഈ നോട്ടിഫിക്കേഷൻ ക്ഷണിച്ചിരിക്കുന്നത്. അതുപോലെ ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ 18 മുതൽ 36 വയസ്സ് വരെ പ്രായപരിധിയുള്ളവർക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഏജ് റിലാക്സേഷൻ ലഭിക്കുന്ന കാറ്റഗറീസിന് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ ക്വാളിഫിക്കേഷൻ എ ഡിഗ്രി ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്. അതായത് ബിടെക് പൂർത്തിയാക്കിയ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മളോട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ സംശയം ചോദിച്ചിരുന്നു, ബിടെക് പെട്രോകെമിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കട്രോണിക്സ് ഒക്കെയാണ് അതിന്റെ ക്വാളിഫിക്കേഷൻ, എനിക്ക് ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായും നിങ്ങൾക്കും ഈ പോസ്റ്റിലോട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കും. നോട്ടിഫിക്കേഷൻ പ്രകാരം ബിടെക് ആണ് ഈ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ഇനി നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന മറ്റ് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ട്രെയിനിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 4.5 months, അതായത് 4.5 മാസം നിങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായിരിക്കും. അത് ഇൻ സർവീസ് ട്രെയിനിങ് ആയിരിക്കും. അതായത് നിങ്ങൾ സർവീസിൽ ജോയിൻ ചെയ്യുന്നത് മുതലായിരിക്കും നിങ്ങൾക്ക് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4.5 മാസത്തെ ട്രെയിനിങ് ഈ പോസ്റ്റിൽ ഉണ്ടായിരിക്കും. അതുപോലെ പ്രൊബേഷന്റെ കാര്യം പറയുന്നുണ്ട്. 2 year ആയിരിക്കും പ്രൊബേഷൻ. ഈ പ്രൊബേഷൻ പീരീഡ് നിങ്ങൾ ഒരു ടെസ്റ്റ് പാസ്സാവേണ്ടതുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ പറയുന്നുണ്ട്. അക്കൗണ്ട് ടെസ്റ്റ് ലോവർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് നിങ്ങൾ പ്രൊബേഷൻ പീരീഡിൽ പാസ്സായാൽ മാത്രമേ നിങ്ങളുടെ പ്രൊബേഷൻ 2 year കഴിയുമ്പോൾ ഡിക്ലെയർ ആകത്തുള്ളൂ. ഓക്കെ, ആ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഈ പോസ്റ്റിന്റെ ലാസ്റ്റ് എക്സാം ഡീറ്റെയിൽസ് നോക്കിയാലോ. ലാസ്റ്റ് ഈ പോസ്റ്റിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നത് 2018 അതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2018 നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടന്നതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് 2021 അന്ന് ഈ എക്സാമിന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിരുന്നത് 46.33. അതുപോലെ മാക്സിമം മാർക്ക് ടെസ്റ്റിന് ലഭിച്ച മാർക്ക് എന്ന് പറഞ്ഞാൽ 67 മാർക്കുമായിരുന്നു. ഇത് ടെസ്റ്റിന് ലഭിച്ച മാർക്കാണ്. ഇന്റർവ്യൂ ഉള്ള ഒരു പോസ്റ്റാണ് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെത്. അപ്പോൾ നിങ്ങളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ മാർക്ക് വരുന്നതെന്ന് വെച്ചാൽ ഇന്റർവ്യൂവിന്റെ മാർക്കോടെ ആഡ് ചെയ്തിട്ടുള്ള മാർക്കായിരിക്കും നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അതുപോലെ അന്ന് ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിലെ മെയിൻ ലിസ്റ്റിൽ 75 പേരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. അതുപോലെ 56 പേർക്കാണ് ഇതുവരെ ടോട്ടൽ അഡ്വൈസ് പോയിട്ടുള്ളത്. ഇപ്പോഴും റാങ്ക് ലിസ്റ്റ് നിലവിലുള്ള ഒരു പോസ്റ്റാണ് ഐയോടേത്. അപ്പോൾ ഇനിയും കൂടുതൽ അഡ്വൈസ് പ്രതീക്ഷിക്കുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് ഐയോടേത്. റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത് 7/12/2024 ഈ വർഷം ഡിസംബറിലാണ് ഈ റാങ്ക് ലിസ്റ്റ് എക്സ്പയർ ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിലബസിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ബിടെക് എനി ബ്രാഞ്ച് ആയതുകൊണ്ട് തന്നെ ബിടെക്കിലെ എല്ലാ സ്ട്രീമുകളും ബേസിക് ആയിട്ട് വരുന്ന എല്ലാ സ്ട്രീമുകളും സിലബസിൽ ഇൻക്ലൂഡ് ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എക്സ്പ്ലനേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്ക് സിലബസ് നോക്കാം. സിവിൽ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അപ്പോൾ എഞ്ചിനീയറിംഗിന്റെ ബേസിക് സ്ട്രീംസിൽ നിന്നുള്ള എല്ലാ ടോപ്പിക്കുകളും നിങ്ങളുടെ സിലബസിൽ ഉണ്ടാവും. അപ്പോൾ ചോദ്യങ്ങളും ഈ പറഞ്ഞ സ്ട്രീമിൽ നിന്നെല്ലാം തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ സിലബസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഏണസ്റ്റ് അക്കാദമി IOയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വെബിനാറിൽ നമ്മൾ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല ഈ പോസ്റ്റിനെ കുറിച്ച് നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കും നിങ്ങൾക്ക് ഫാക്കൽറ്റിയോട് ഡയറക്റ്റ് ചോദിക്കാവുന്നതാണ്. ഓരോ സ്ട്രീമിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആയിരിക്കും ഈ വെബിനാറിൽ പങ്കെടുക്കുന്നത്. ഈ അവസരം നിങ്ങൾ യാതൊരു കാരണവശാൽ പാഴാക്കരുത്. അതുപോലെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് ബാച്ച് ഏണസ്റ്റ് അക്കാദമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ഓരോ സ്ട്രീമിലും പ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന ക്ലാസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ തയ്യാറെടുത്ത് തുടങ്ങാം. അത് മാത്രമല്ല എക്സാം വരെയും ഗൈഡൻസിനായിട്ടൊരു മെന്റർഷിപ്പ് സപ്പോർട്ടും നമ്മുടെ ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. അതുപോലെ ഓരോ മൊഡ്യൂളുകൾ കഴിയുമ്പോൾ മൊഡ്യൂൾ വൈസ് ആയിട്ടുള്ള ടെസ്റ്റുകൾ, റിവിഷൻ ക്ലാസ്സുകൾ മുതലായവയെല്ലാം ഈ കോഴ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. കൂടാതെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി, വീക്ക്ലി ടെസ്റ്റ്, മോഡൽ ടെസ്റ്റ് മുതലായ കാര്യങ്ങളെല്ലാം തന്നെ ഈ കോഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനും ഏണസ്റ്റ് അക്കാദമി നയിക്കുന്ന ഫ്രീ വെബിനാറിൽ ജോയിൻ ചെയ്യാനുമായി താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.